ശ്രീജിത്ത് പെരുമന, ഇനി അങ്ങോട്ട് കേരള പോലീസ് എന്തായാലും ഈ സുപ്രീം കോടതിയിലെ ഹർജിയിൽ ഒരു തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കും, അതിനും സംശയമില്ലല്ലോ. അല്ല, അവിടെയാണ് ഇവിടെ ശ്രീ അസ്കർ വക്കീൽ പറഞ്ഞതുപോലെ അസ്കർ വക്കീൽ കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല. പക്ഷേ നോക്കൂ, എന്താണോ മുകേഷിൻ്റെ കേസിലുള്ളത്, സമാനമായിട്ടുള്ള കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഡിലേ ഇൻ ഫയലിംഗ് FIS-ലുള്ള അവ്യക്തതകൾ എല്ലാം കൃത്യമായിട്ട് ഇതിലും നിലനിൽക്കുന്നുണ്ട്. ഹസ്കർ വക്കീൽ പറഞ്ഞതുപോലെ ഈ 22 പേജുള്ള സുപ്രീം കോടതിയിലെ ആന്റിസിപ്പേറ്ററി ബെയിലിലെ ഓർഡറിൽ എവിടെയും ശാസ്ത്രീയ തെളിവുകൾ ഹൈക്കോടതിയുടെ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിയെന്നൊന്നും പറയുന്നില്ല. നേരെ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ പറയാറുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധാരിപ്പിക്കലാവും. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഡീപ്പ് ഇൻ മെറിറ്റിലേക്ക് പോകാതെ തന്നെ പ്രാഥമികമായി കൈവശമുള്ള തെളിവുകൾ പരിശോധിച്ചിട്ട് ആ കോടതിക്ക് മാത്രം കൺവിൻസ്ഡ് ആയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റൂൾ അല്ല. ആന്റിസിപ്പേറ്ററി ബെയിൽ ഈസ് നോട്ട് എ റൂൾ. അതൊരു ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് അല്ല ഒരു അക്യൂസ്ഡിന്. അങ്ങനെ വരുമ്പോൾ കോടതിക്കും അത് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ പ്രോസിക്യൂഷനെ കേട്ടു, അതിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള അതിജീവിതയെ കേട്ടു, ഞങ്ങൾ പ്രതിഭാഗത്തെയും കേട്ടു. കേട്ട അവസ്ഥയിൽ ഞാൻ എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇതിൽ പ്രമാ ഫസി ഒരു കേസുണ്ട്, ഒരു കുറ്റകൃത്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് എവിഡൻസിനെ ഏതെങ്കിലും തരത്തിൽ ടാമ്പർ ചെയ്യാനോ ഏതെങ്കിലും തരത്തിൽ വിറ്റ്നസിനെ സ്വാധീനിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഫിയർ ഓഫ് ഫ്ലീ, ഇവിടുന്ന് ഓടിപ്പോകാനുള്ള അല്ലെങ്കിൽ അബ്സ്കോണ്ടിങ് ആവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നോ, ഇദ്ദേഹം ഏതെങ്കിലും രീതിയിൽ മറ്റ് അന്വേഷണത്തെ ഫ്രീ ഇൻവെസ്റ്റിഗേഷനെ സ്വാധീനിക്കുമെന്നോ എന്നുള്ള ഒരു സാഹചര്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു സാധാരണ വിധിന്യായം, അത് മുൻകൂർ ജാമ്യം ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല. പക്ഷെ ഇവിടെ ഇത്രയും തെളിവുകൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷനും പോലീസും പറഞ്ഞ സ്ഥിതിക്ക് അത് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഇയാൾ രക്ഷപ്പെട്ടു പോകുവാനുള്ള സാഹചര്യം ഉണ്ടാവും, തെളിവ് നശിപ്പിക്കും, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതിക്ക്. അതുകൊണ്ട് ഇങ്ങനെ അനുവദിച്ചു. എന്റെ ചോദ്യം അതല്ല, എന്റെ സംശയവും പൊതുസമൂഹം സംശയം ഉന്നയിക്കുന്നതും ഇത്രയും തെളിവുകൾ ശേഖരിച്ച പോലീസ് എന്തിനു മടിച്ചു നിന്നു സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ എന്നുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരു നയം തന്നെയുണ്ടല്ലോ, അത് ഒരു ഇടതുപക്ഷത്തിന്റെ നയം എന്ന രീതിയിൽ തന്നെയാണ് സ്ത്രീ സുരക്ഷയ്ക്കാണ് നമ്പർ 1 പ്രയോറിറ്റി നൽകുന്നത്. അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഉത്തരവ് ഉണ്ടായിട്ട് പോലും, അതായത് നിയമ തടസ്സം ഒന്നുമില്ലാഞ്ഞിട്ട് പോലും ഒരു പ്രതി രക്ഷപ്പെട്ടു പോകുന്നത്, അതൊരു സ്ത്രീ കൊടുത്ത പരാതിയിൽ. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ്, ഇതൊരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ഇടതുപക്ഷ സർക്കാർ വലിയൊരു പ്രതിസന്ധിയിലൂടെ, പ്രത്യേകിച്ച് PV അൻവർ ഉയർത്തിവിട്ടിട്ടുള്ള വലിയ രാഷ്ട്രീയ ബോംബ്, കേരള പോലീസിലെ ആഭ്യന്തര വകുപ്പിനെതിരെ വന്നിട്ടുള്ള വിഷയങ്ങൾ, ഇതിനൊക്കെ എല്ലാ കാലത്തും ഒരു മറയുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിലീപ് ആയിരുന്നു ലൈം ലൈറ്റിൽ, ദിലീപ് ആയിരുന്നു ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ രക്ഷക്കെത്താറുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആരൊക്കെയോ പ്രതീക്ഷിച്ചതുപോലെ ഹേമ കമ്മിറ്റിയിൽ ദിലീപ് ഉണ്ടായില്ല. പ്രത്യക്ഷമായോ ഒരൊറ്റ പരാമർശമല്ലാതെ 235 പേരിൽ എവിടെയെങ്കിലും ഈ ആക്ടർ അസോൾട്ട് കേസിനെ കുറിച്ച് സംസാരിച്ചില്ല. സ്വാഭാവികമായിട്ടും ഭരണകക്ഷിയിൽ ഒരു MLA അക്യൂസ്ഡ് ആയിട്ട് വരുന്നു, ഭരണകക്ഷിയിൽ വലിയ സ്വാധീനമുള്ള ആളുകൾ ഇതിലുണ്ടാകുന്നു, 4 വർഷം ഇത് പൂഴ്ത്തിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉണ്ടാകുന്നു, രൂക്ഷമായ വിമർശനം സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെ ഇപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സിദ്ദീഖിലേക്കാണ്. ഇൻഡയറക്ട്ലി സിദ്ദീഖിനെ വെച്ചുകൊണ്ട് പണ്ട് നിങ്ങൾ ഒരുപാട് കഥകൾ അല്ലല്ല പെരുമന, ആര് ടാർഗറ്റ് ചെയ്തു എന്നാണ്, അതിലെല്ലാവർക്കും പങ്കുണ്ടെന്ന് മാധ്യമങ്ങൾ ഞങ്ങൾ എവിടെ ടാർഗറ്റ് ചെയ്തു? ഒരു പരാതി, സംസ്ഥാന സർക്കാരിന്റെ നയം ആ സമയത്തും ഉണ്ടായിരുന്നത് റിട്ടേൺ ആയിട്ട് ഒരു പരാതി കിട്ടിയാൽ കേസെടുക്കും, അന്വേഷിക്കും, ഒരു പീഡകനും വെറുതെ പോവുകയില്ല, സ്ത്രീ സുരക്ഷ എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ളതാണെന്ന്. അങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിന്റെ മൂക്കിന് താഴെയാണ് ഇപ്പോൾ സിദ്ദിഖ് നടക്കുന്നത്. നിയമപരമായി അദ്ദേഹത്തിന് ഒരു പരിരക്ഷയും ഇപ്പോൾ ഇല്ലാത്ത ഈ സാഹചര്യത്തിലും അവിടെ ആരിങ്ങനെ ആരോപണം ഉന്നയിച്ചു സിദ്ദിഖിനെ ആര് ടാർഗറ്റ് ചെയ്യുന്നു? മഞ്ജുഷ് കേൾക്കുന്ന ഇങ്ങനെ ഈ പറയുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നല്ലോ, ഓരോരുത്തരുടെയും കേസുകൾ വരുമ്പോൾ അപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകാറുള്ളതാണ്. ഞാൻ കാര്യം ഡിസ്കസ് ചെയ്തില്ല ഇവിടെ. അല്ല, ഞാൻ പറയട്ടെ, ഈ നമ്മുടെ പൊന്നമ്മ ബാബു മരിച്ച സമയത്ത് അവിടെ വളരെ പബ്ലിക്കായിട്ട് ആ ഒരു സമയത്ത് അവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സിദ്ദിഖ്, അല്ലെ? കവിയൂർ പൊന്നമ്മ മരിച്ച സമയത്ത്
ആ സമയത്തും ഇതേ അലിഗേഷൻ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ഇവിടെ ആരോ നിസാരവൽക്കരിക്കുന്ന കേട്ടു മുകേഷിനെതിരെ താരതമ്യേന വലിയ വകുപ്പല്ല. ഞാൻ അതൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. 376(1), 354A വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പാണ്. ഇൻഫാക്ട് മുകേഷിനേക്കാൾ വലിയ ഈ സിദ്ദീഖിനെതിരായിട്ട് ഇട്ടതിനേക്കാൾ വലിയ വകുപ്പാണ്. അതിലൊരു ക്രിമിനൽ ഇന്റിമിഡേഷൻ 376B and D ഇതാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും കൂടുതലോ കുറവോ അല്ലാത്തുള്ള വളരെ ഗ്രേവിയസ് ആയിട്ടുള്ള ഹീനിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതിൽ ഇടതുപക്ഷത്തിന് ഈ രീതിയിൽ ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കുന്ന ആളുകൾ വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും എല്ലാം ഈ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ ഓർഡറിനെ കെട്ടിവെച്ച് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചു, ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ പല ടീമുകളായിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നു, എല്ലാം സിദ്ദീഖിലേക്കാണ്. സിദ്ദീഖ് മുങ്ങിയു. നിങ്ങളുണ്ടാക്കുന്ന ഓരോ കാർഡുകളൊക്കെ ഉണ്ടല്ലോ, ന്യൂസ് കാർഡുകളൊക്കെ. സിദ്ദീഖ് മുങ്ങിയെന്ന് മാത്രമല്ല, മുകേഷിനെ രക്ഷിച്ചോ എന്നുള്ളതുമുണ്ട്. പ്രോസിക്യൂഷന്റെ കഴിവില്ലായ്മ കൂടിയാണ് മുൻകൂർ ജാമ്യം അവിടെ കിട്ടാൻ കാരണമായിട്ടുള്ളത്. അങ്ങനെയും പറയാമല്ലോ. അല്ല അത് പോലീസ് ആര് പറഞ്ഞു ചർച്ച ചെയ്തില്ലെന്ന്? അല്ലല്ല, മുകേഷ് രക്ഷപ്പെടുത്തിയത് ഭരണകക്ഷി MLA ആയതുകൊണ്ടാണ് എന്നുള്ള സംശയം ആർക്കാണില്ലാത്തത്? അത് മാത്രമല്ല, അതിനകത്ത് വലിയൊരു പ്രശ്നം ജനങ്ങൾക്ക് മാധ്യമങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, സർക്കാരിനെയാണ് ജനങ്ങൾ എപ്പോഴും ഉറ്റുനോക്കുന്നത്. പ്രതിബദ്ധത സർക്കാരിനാണ് ജനങ്ങളോട്. ഒരു സാധാരണക്കാരനല്ല ഇപ്പം മിസ്സിംഗ് എന്ന് പറയുന്നത്. മിസ്സിംഗ് എന്നാണ്, അതായത് ലുക്കൗട്ട് നോട്ടീസ് അയക്കുമ്പോൾ മിസ്സിംഗ് ആണ്. സിദ്ദിഖ് എന്ന് പേര് പറയുമ്പോൾ തന്നെ ആ മുഖം എല്ലാ മലയാളികൾക്കും മനസ്സിലാവുന്ന ഒരു വ്യക്തി ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ. അപ്പോൾ ഇന്നിപ്പം മേലുദ്യോഗസ്ഥർ പറയുന്നുണ്ട് ആരാണോ ഒളിപ്പിച്ച് താമസിച്ചത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ നടക്കുന്ന കാര്യം. ഞാനതിൽ ഒരു സാങ്കേതികമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല, വളരെ ലോജിക്കലായിട്ടുള്ള ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരു ക്രൈമിൽ എന്നെ പെടുത്തിയെന്ന് എനിക്കൊരു ഒരു സ്വാഭാവിക ധാരണയുണ്ടാകുന്നു, ഒരു അപ്രിഹെൻഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തോന്നലുണ്ടാകുന്നു, പെടുത്തും എന്ന് തോന്നലുണ്ടാകുന്നു. ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് FIR വേണ്ട എനിക്ക് ഹൈക്കോടതിയെയോ സെഷൻസ് കോടതിയോ സമീപിക്കാൻ. ഈവൻ എ മിയർ അപ്രിഹെൻഷൻ, എനിക്ക് ജസ്റ്റ് ഒരു തോന്നലുണ്ടാകുന്നു നാളെ വിനു സാറ് എന്നെ ഒരു കേസ് കൊടുത്താൽ ഫലമാകുമോ എന്നുള്ള ഭയം, ഒരു ഭയം മാത്രം. അപ്പൊ സിദ്ദീഖിന് ഉത്തമ വിശ്വാസമുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിന് അവൈൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മാർഗങ്ങൾ ജയിലിൽ പോകാതെ കേട്ടോ, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോവാതെ ഇരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് ഈ പറയുന്ന കോടതികളെ സമീപിക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നത് മഞ്ജുഷ്, ഞാൻ രാവിലെ വഞ്ചി സ്ക്വയറിൽ വന്ന് നിന്നിട്ട് പിന്നെ സിദ്ദീഖ് നേരിട്ട് വന്നിട്ട് കൊടുക്കുകയാണ് വക്കീലിനെയൊക്കെ കണ്ടിട്ട്. പോലീസ് വെറുതെ നോക്കുവോ? അപ്പം ഇതൊരു പ്രൊവിഷൻ ആണ്, അദ്ദേഹത്തിന് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പൊ മാറി നിൽക്കണം. അതൊക്കെ ശരിയാണ്, അവിടെ പോലീസിന്റെ വീഴ്ചയാണ് പറയുന്നത്. വീഴ്ച എന്ന് പറയുമ്പോൾ അത് സഹായിക്കലായി മാറും. അല്ല, ഞാൻ പറയുന്നത് അത് പൊളിറ്റിക്കലായിട്ട് എങ്ങനെ വേണമെങ്കിലും സമൂഹത്തിന് വ്യാഖ്യാനിക്കാം, മാധ്യമങ്ങൾക്ക് ആ കാര്യങ്ങൾ പറയാം, അതിലൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം നിയമവിരുദ്ധമായിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം മാറി നിന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ലീഗൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് ഈ രാജ്യത്ത് ഏതൊരു പൗരനും അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ ബാധിക്കും. ഭയങ്കര പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിലെ ഒരു വാക്കാണ്, എ പേഴ്സൺ സീക്കിംഗ് ആന്റിസിപ്പേറ്ററി ബെയിൽ ഈസ് സ്റ്റിൽ എ ഫ്രീ മാൻ എൻടൈറ്റിൽഡ് ടു പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്നുള്ളത്. അതായത് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മനുഷ്യൻ സ്റ്റിൽ ഫ്രീ പേഴ്സൺ ആണ്. എന്തിന്? കോടതിയുടെ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ, അതാണ് ക്രിമിനൽ ജുറിസ്പ്രുഡൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. an accused is the court shall pursue എന്നാ പറയുന്നത്, may pursue എന്നല്ല. the court shall pursue an accused innocent until proven guilty. അതാണ്. അല്ല, ഇവിടുത്തെ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, ഇവിടെ നിയമപരമായിട്ട് ഒരു പരിരക്ഷ ഇല്ലാത്ത ഒരു സമയത്ത് എങ്ങനെ സിദ്ദിഖിന് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്, അത് പോലീസിന്റെ ഒരു വീഴ്ച തന്നെയാണ്. ശ്രീ MK ഹരിദാസ്,